തൃശൂർ ചീരാച്ചിയിലുണ്ടായ അപകടത്തിനിടയാക്കിയത് ബസിന്റെ വെളിച്ചക്കുറവെന്ന് ജീവനക്കാർ. ബസ്സിന് വെളിച്ചക്കുറവുണ്ട് എന്ന് കാട്ടി ജീവനക്കാർ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ബസ്സിന് വെളിച്ചക്കുറവുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. KSRTC ബസ് ഇടിച്ച് 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗോകുൽ VS റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചിയ്യാരത്ത് വെച്ച് തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ് ഇടിച്ച് 2 സ്ത്രീകൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ കുറച്ച് KSRTC ഡ്രൈവർമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ പറയുന്നത് ആ ബസ്സിൻ്റെ ലൈറ്റിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതിന് മുൻപ് തന്നെ അത് പരാതിപ്പെട്ടിരുന്നു, പക്ഷേ ഒരു പരിഹാരമുണ്ടായില്ല. അതാണ് ഈ അപകട കാരണമെന്നാണ്. നിങ്ങളിങ്ങനെ നിരന്തരം ഈ ബസ്സിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പരാതിപ്പെട്ടിരുന്നു, എന്നിട്ടും അത് പരിഹാരം ഉണ്ടായില്ല. അതെ, നമ്മൾ ഇപ്പോൾ മുതലല്ല, ആ ബസ് ഏകദേശം വന്നു കഴിഞ്ഞ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ പരാതിപ്പെട്ടിരുന്നതാണ്. KS 369 എന്ന് പറഞ്ഞ ബസ്സിൻ്റെ പേര്. നമ്മൾ ഇതിൻ്റെ ഈ ബസ് ഓടിക്കുമ്പോൾ ഉള്ള മറ്റേ ഈ വെളിച്ചത്തിൻ്റെ വിഷൻ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി മറ്റേ ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. സാറിപ്പോൾ അതിന് നടപടി എടുക്കാൻ പറഞ്ഞ് സാറ് മറ്റേ ഓർഡർ ഇട്ടതുമാണ്. പക്ഷേ അത് അവിടെ നിന്ന് വന്ന് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മൊത്തം അട്ടിമറിക്കപ്പെട്ടു. എന്താണ് ഇപ്പോൾ ഗണേഷ് കുമാർ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടു, എന്നിട്ടും അതിലെന്താണ് ഒരു നടപടി ഉണ്ടാവുന്നത്? നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇപ്പം നമ്മൾ വന്ന് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഏകദേശം ഡിപ്പോയുടെ രൂപമൊക്കെ കിട്ടിയത്. ഓൾറെഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ ഓരോരോ പരാതികൾ, അതിൻ്റെ അകത്ത് കംപ്ലയിൻറ്റുകളെല്ലാം നമ്മൾ എഴുതിയിടും. പക്ഷേ മറ്റേ കംപ്ലയിൻറ്റുകളും പരിഹരിക്കില്ല. അവർ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ പരിഹരിച്ചു എന്ന് എഴുതിയിടും, പക്ഷേ പരിഹരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ അവസാനം വന്ന് വണ്ടിക്ക് യാതൊരു മിനിമം സേഫ്റ്റി പോലും ഇല്ലാത്ത ബസ്സുകൾ തന്നുവിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന DE സുനിൽ സാറിനെതിരെ നമ്മൾ ആദ്യമായിട്ട് പരാതി കൊടുക്കുന്നത്. നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് ബസ് സംബന്ധിച്ച്. ഈ ബസ് മറ്റേ മെയിൻ്റനൻസുമായി സംബന്ധിച്ചിട്ട് മിനിമം ഒരു 6-7 പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആരാണ് അത് ചെയ്യാത്ത? ഈ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാത്ത ആരാണ്? അതായത് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടത് മെക്കാനിക്കുകളാണ്. പക്ഷേ അതിൻ്റെ മുഴുവൻ ഇത് നോക്കേണ്ട ചുമതല DEക്കാണ്. DEക്കെല്ലാം നമ്മൾ പരാതി കൊടുത്തു. അവിടെ നിന്നെല്ലാം ഒരു ഇത് കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ മന്ത്രിക്കും മറ്റേ ഒരു ഗണേഷ് കുമാർ സാറിന് തന്നെ 2 പ്രാവശ്യം, ഒരു ഫസ്റ്റത്തെ തവണ മറ്റേ നമ്മുടെ KD പ്രസാദൻ MLA സാറിൻ്റെ കൂടെ പോയിട്ടാണ് ഫസ്റ്റ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ആ പരാതി അന്നത്തെ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറി അനിൽ സാറിന് കൈമാറുകയും അനിൽ സാർ അത് അന്നത്തെ EDOയ്ക്ക് കൈമാറുകയും ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഇതിൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായത് ഏകദേശം ഒരു 6 മണി സമയത്താണല്ലോ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെയാണോ ഈ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്? ആ ബസ്സിന് ലൈറ്റ് പ്രശ്നമുള്ളതാണ്. ഞാൻ പാലക്കാട് ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവിടെ ഈ ഹെഡ്ലൈറ്റ് ബസ്സിൻ്റെ ബോഡിയുടെ ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. ഇത് പാലക്കാട് ഡിപ്പോയിലെ ബസ്സാണ്. പാലക്കാട് ഡിപ്പോയുടെ ബസ്സാണ്. ഈ ഹെഡ്ലൈറ്റ് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ഡിപ്പോ എഞ്ചിനീയറെ നേരിട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ വാറണ്ടി പീരീഡ് കഴിയാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഡിപ്പോ എഞ്ചിനീയർ പറഞ്ഞത്. ഇതേ നിർദ്ദേശമാണ് മെക്കാനിക്കലും കൊടുത്തിരിക്കുന്നത്. അത് ഈ ബസ്സിന് മാത്രമാണോ? ഈ ബസ് എന്നല്ല, ഈ പുതുതായിട്ട് വന്ന കുറച്ച് ബസ്സിന് അത് എന്തോ ഒരു ബോഡിയുടെ എന്തോ ഒരു മിസ്റ്റേക്കാണ്. അത് ഇൻസ്പെക്ഷൻ പോയ ടീമിന് എന്തോ ഒരു അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റാതായിരിക്കാം. ഒരു പക്ഷേ പരാതി നൽകിയത് ഈ പർട്ടിക്കുലർ ബസ്സിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ബസ്സിന് പരാതി നൽകിയിട്ടുണ്ട്. വീഡിയോ സഹിതം പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ മിനിസ്റ്ററെ നേരിട്ട് പിന്നെ സ്വിഫ്റ്റിൻ്റെ ജനറൽ മാനേജർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും യാതൊരുവിധ നടപടി ഉണ്ടായില്ല. കൊടുക്കുന്ന പരാതിയെല്ലാം വസ്തുതാ വിരുദ്ധം എന്നാണ് പറയുന്നത്. 6 മണി സമയത്താണല്ലോ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഒരു കാഴ്ചക്കുറവുണ്ടായിരുന്നു, ഒരു ഇരുട്ടായ. ഇപ്പോൾ 6 മണി ഇരുട്ടാണല്ലോ. ഇപ്പോൾ ഇരുട്ടാണ്. 6-6:30 കഴിയും ഒന്ന് നേരം വെളുത്ത് വരാൻ. തൊട്ടടുത്ത് വെച്ചാണോ കണ്ടത്? ഡ്രൈവർ തൊട്ടടുത്ത് വെച്ചാൽ കാണും. കാര്യം ഇതിൻ്റെ ലൈറ്റ് കാണുന്നത് റോഡിൻ്റെ ഇടതുവശം ഒന്നും കാണാൻ പറ്റില്ല. ടോർച്ച് അടിച്ചതുപോലെ വലതു ഭാഗത്തോട്ട് ഒരു ടോർച്ചിൻ്റെ വെളിച്ചേ കാണാൻ പറ്റുള്ളൂ. ആ വീഡിയോയിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നെന്ന് പോലും ഡ്രൈവറിന് പറയാൻ കഴിയില്ല ഓടി വരുമ്പോൾ. പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് ഓടി കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സുജി പട്ടാമ്പിക്കൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.